പത്രത്തിന് ബില്ല്. അതിന് നീ എന്തിനാ കഥക്ക് തല്ലി പൊളിക്കുന്നത്? കോളിംഗ് ബെല്ലിന്റെ സ്വിച്ച് കണ്ടില്ലേ? അതെ, വെറുതെ കാണാൻ വെച്ചവർക്കല്ല. മനസ്സിലായി. ഞാൻ 5-6 തവണ ഞെക്കി നോക്കിയതാണ്. ശബ്ദം കേൾക്കാഞ്ഞിട്ടാണ് ഞാൻ കഥയിൽ മുട്ടിയത്. ഇത് കേടായി കിടക്കാലോ. ആദ്യം അത് ശരിയാക്ക്. ഇല്ലെങ്കിൽ ഇനിയും ആരെങ്കിലും ഒക്കെ വന്ന് കഥ തല്ലി പൊളി. ആളുകൾ വന്നു പരിപ്പളവ്. അതിന് ഞാനത് പണി ചെയ്താണ്. ഒരു മിനിറ്റ്, നീ ഇലക്ട്രിക്കിനെ വിളിച്ചിട്ട് ഈ കോളിംബെല്ലൊന്ന് ശരിയാക്കാൻ പറയാം. ഓക്കെ. ഹലോ, ഇലക്ട്രിഷ്യനല്ലേ? അതെ, ഞാൻ ക്ലാവറാ. ക്ലാവറോ? എന്തിന്റെ ക്ലാവറ്? ഓ, രാജപ്പനാണെന്ന്. ഓ, അങ്ങനെ വഴിക്കുക. ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, ഒരു ചെറിയ പണിയുണ്ട്. ഓക്കെ, 1 മണിക്കൂറിനുള്ളിൽ എത്താം. ശരി. നീ അനുസരിച്ചിട്ട് വിളിച്ചില്ലേ? വിളിച്ചതാ, ഒന്നുകൂടി വിളിക്കാം. ഹലോ, എന്താണ് വരാത്തത്? നിങ്ങളെവിടെ ഉണ്ടോ? ഞാനുണ്ട്, നീ വേഗം വാ. അവൻ വിളിച്ചിട്ട് വരുന്നില്ല. ഇനി ഞാൻ വിളിക്കാം. ഹലോ, ഇത് മൂസ. എന്താ വരാത്ത? നിങ്ങളവിടെ ഉണ്ടായിരുന്നോ? ഉണ്ട്. നീ വേഗം വാടേ. ഇതാ ഞാൻ എത്തി. നീ എന്താ ഞാൻ പറഞ്ഞ് പറ്റിക്ക? നിങ്ങളല്ലേ എന്നെ പറ്റിച്ച്? പറ്റിച്ചെന്നോ? എങ്ങനെ? നിങ്ങളുടെ വീട്ടിൽ ഞാൻ 3 തവണ വന്നതാ. കോളിംഗ് ബെല്ലടിച്ചിട്ട് ആരും വാതിൽ തുറന്നില്ല. വാതിലെ മുട്ടാമെന്ന് കരുതിയപ്പോൾ അവിടെ ഒരു ബോർഡും കണ്ടു. ഇതാണല്ലേ നിന്റെ ബുദ്ധി? അതെ, നല്ല ബുദ്ധി. പോണകത്ത്. ഇവനൊക്കെ എവിടെന്ന് വന്നു? നീ എന്താ തുള്ളണേ? നെല്ല് കഴിക്കണതിന് മുമ്പ് കുപ്പി വെക്കാൻ മറന്നുപോയി. നീന്താ വല്ലാതിരിക്കണേ? ഓ, ഞാൻ നമ്മുടെ മാസപ്പം മുതലാളിയുടെ കാര്യം അലച്ചിരിക്കുക. ശരിയാ, മാസപ്പം മുതലാളിയുടെ മരണത്തിന് ഉത്തരവാദി ആരാണെങ്കിലും അവൻ ഞാൻ പൂട്ടിയിരിക്കും. ശരിയാ, നിന്റെ ഒപ്പം ഞാനുമുണ്ട്. ഇതാരും കൂടെ കൊണ്ടിട്ട് അമ്മേ, കേട്ടാ? ഒരു 50 പൈസ തരുമോ? 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. നിനക്ക് ഞാൻ 10 രൂപ തരാം. 50 പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ആ സ്ഥലം ഒന്ന് എനിക്ക് കാണിച്ചു തരണം. ഞാനല്ല ഈ കൊലജീവി. അതിന് ഞാൻ നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. അപ്പൊ നിനക്ക് എന്താ പറയാ? ആരാ നിന്റെ ബോസ്? നിനക്കറിയില്ലേ?
പോരാട്ടോ. അയ്യോ തലേ ഞാൻ പറയാം. ബോസിപ്പോൾ ഞങ്ങളുടെ താവളത്തിലുണ്ടാവും.